ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം അതോ അതിൻ്റെ തൊട്ടുള്ള ദിവസം റിപ്പോർട്ടർ ചാനലിലെ ഒരു ചർച്ച കാണുക. അത് കാണാൻ കൊള്ളാമെന്നുള്ളതല്ല, പക്ഷേ ഇങ്ങനെ അടിച്ചടിച്ച് പോകുമ്പോൾ നമ്മൾ മൊബൈലിലെ ടി വിയിലെ ഇരുന്നിട്ട് പല ചാനലുകളെ മാറ്റി മാറ്റി പോകുമ്പോൾ വരുന്നതാണ്. പെട്ടെന്ന് നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. പിന്നെ അതുപോലെ തമ്പനയിൽ കാണുമ്പോൾ നമ്മൾ നോക്കുമല്ലോ. 76 എൻ്റെ ടേക്ക്, എൻ്റെ എന്ന് പറഞ്ഞാൽ മുട്ടയുടെ അരുൺകുമാറിൻ്റെ ടേക്ക്, മുട്ടയെന്ന് വിളിച്ചത് സോറി കേട്ടോ, അനിൽകുമാറിൻ്റെ ടേക്ക്, അരുൺകുമാർ, ഡോക്ടർ അരുൺകുമാർ പറയുകയാണ് എൻ്റെ ടേക്ക് എന്ന് പറഞ്ഞാൽ അയാളുടെ ടേക്ക്, അദ്ദേഹത്തിൻ്റെ ടേക്ക് 76 സീറ്റ് പിടിച്ചിരിക്കും. അരുൺകുമാർ ഉണ്ടല്ലോ, ഇത് കേട്ടോണം അരുൺകുമാർ, ഈ വീഡിയോ കേൾക്കണം, അരുൺകുമാറിൻ്റെ വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്ത് കേൾക്കണം. 76 സീറ്റ് പിടിക്കും. എന്നിട്ട് നമ്മൾ ആൻറ്റോ സഹോദരനോട് ചോദിക്കും, സഹോയുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ സഹോദരൻ വളരെ കോട്ടൊക്കെ ഒന്ന് പിടിച്ചിട്ട് വളരെ ആവേശത്തോടെ ഇരുന്ന് പറയും, എൻ്റെ ടേക്ക് എന്ന് പറഞ്ഞാൽ അത്രയല്ല, ഒരു 80-നടുത്ത് പോകും, 75-80-നടുത്ത് പോകും. ഉടനെ തന്നെ അപ്പോൾ സ്മൃതി പരുത്തിക്കാടിരുന്ന് ചിരിച്ച് ഇങ്ങനെ തള്ളുകയാണ്, എടാ ദുഷ്ടന്മാരെ, നീയൊക്കെ എന്തൊരു തളണടാ, ഇവിടെ 100 സീറ്റ് പിടിക്കുമെന്ന് നമ്മൾ ഇടിച്ച് വിസ്മയിക്കാൻ വേണ്ടി നിൽക്കണം എന്ന് പറഞ്ഞ് സ്മൃതി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പല്ലൊക്കെ കടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് PR സുനിൽ, അയാൾ വേറൊരു വലിയ മാമാപ്പണി ചെയ്യുന്ന ആളാണ്. ഡൽഹിയിൽ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി അതായിരുന്നു, മാമാ രാഷ്ട്രീയമാണ്. കാരണം എന്താണോ പറയുന്നത്, എന്താണോ ഇപ്പോൾ രാത്രിയാണെങ്കിൽ അത് പകലെന്ന് പറഞ്ഞ് സമർത്ഥിച്ചുകൊണ്ട് വരും, ഇപ്പോൾ പകലാണെങ്കിൽ രാത്രി എന്ന് പറഞ്ഞ് സമർത്ഥിച്ചുകൊണ്ട്, അത്രയ്ക്കൊരു അടിമ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പല അവതരണങ്ങളും. ഇന്ത്യയെക്കുറിച്ചൊക്കെ അദ്ദേഹം അവതരിപ്പിക്കണം നേരത്തെ കേട്ടപ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്. PR സുനിൽ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നത്. ഉടൻ സുനിലിനോട് ചോദിക്കണം, സുനിലെ എങ്ങനെയാണ്? അപ്പോൾ സുനിൽ ഉടൻ പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 75 സീറ്റിൽ കൂടുതൽ വരും. ഇവിടെ സകല ചാനലുകളും സകല പത്രങ്ങളും സകല പിന്നെ പ്രവചനങ്ങളും എല്ലാം UDF വരും, 85, 90, 95, 100 എന്നൊക്കെ പറഞ്ഞ് സകല പേരും പറഞ്ഞ് CPM പോലും ഇത് പറയാതെ നിൽക്കുമ്പോഴാണ് ഇൻ്റലിജൻസ് ബ്യൂറോ പറഞ്ഞ് 75-ൽ വന്നിരിക്കും. എന്ത് മൂട് താങ്ങലായിരുന്നു. എന്നിട്ട് ഖേദം പറയണ്ടേ? ഞങ്ങൾക്ക് പിറ്റേ ദിവസത്തെ ചർച്ചയിൽ പറയണ്ടേ? ഇന്നലത്തെ ഞങ്ങൾ ചർച്ച നടത്തി തെറ്റിപ്പോയി. ഞങ്ങളൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ ചെറിയൊരു ഡിജിറ്റൽ ചാനലാണ്, എന്നാലും പറയാറുണ്ട് ആ ഒരു നിഗമനം, ആ ഒരു നിരീക്ഷണം, ആ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് തെറ്റിപ്പോയി. അത് പറയണ്ടേ ജനങ്ങളടുത്ത്? അപ്പം ഇന്നിപ്പോൾ നിങ്ങൾ ശിവൻകുട്ടി അണ്ണാ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടന്ന്, വാസവ അണ്ണാ, ശിവൻകുട്ടി അണ്ണാ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പ്ലേറ്റ് കൃത്യമായി മറിച്ചടിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി നിങ്ങളിപ്പോൾ കോൺഗ്രസ് ലൈനിൽ അരുണൊക്കെ എന്ത് കൃത്യമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ലൈനിൽ മാറ്റി അടിക്കുന്നത്. രസമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് നിങ്ങളുടെ 76, ഒരുത്തൻ്റെ ടേക്ക്, ഒരാളിൻ്റെ ടേക്ക് 76, അടുത്ത ആളിൻ്റെ ടേക്ക് 75, അടുത്ത ആളിൻ്റെ ടേക്ക് 75-നും 80-നും എല്ലാ കണക്കുകളും അടിച്ച് പപ്പടം പോലെ വയറിളകും പോലെ പോയി. വളരെ കൃത്യം എല്ലാ സാധനവും പോയി. എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. എന്നിട്ട് പിന്നെ ചർച്ച നടത്തുമ്പോൾ നമ്മൾ ഇന്നലെ ഒരു അനാലിസിസ് നടത്തി, ആ അനാലിസിസ് പാളിപ്പോയി, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നില്ല, ഇതാണ് കൂടുതൽ അനാലിസിസ് നല്ലതെന്ന് പറയാനുള്ളൊരു സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ബിനുവൊക്കെ പറയുന്നത്, നിങ്ങളെപ്പോലെയുള്ള കുറേ പുതിയ ഈ പുത്തൻ കൂറ്റുകാരെന്ന് പറയും, പുത്തൻ പണക്കാരെന്ന് പറയും, ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് പുത്തൻ പണക്കാരായിട്ട് വരുമ്പോൾ അവർ എന്താണ് നമ്മുടെ ഈ പുതിയ ലുങ്കിയും കൈലിയൊക്കെ ഉടുത്ത് പുറത്തിറങ്ങി അതും ഇങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ ഉടുത്തൊക്കെ നടക്കും. എല്ലാവരെയും കൊണ്ട് കാണിക്കും. അങ്ങനെ പല നമ്പറുകളും വാച്ച് കെട്ടിയ കൈ ഇങ്ങനെ പൊക്കി കാണിക്കും, കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് നടക്കും. പല പുത്തൻ കൂറ്റുകാരും പുത്തൻ പണക്കാരുടെ ഒരു പരിപാടിയുണ്ട്. അതുപോലെയുള്ള പുത്തൻ കൂറ്റുകാരായിട്ടുള്ള പുത്തൻ പണക്കാരായിട്ടുള്ള പൊങ്ങച്ചക്കാരായിട്ടുള്ള കുറേ ചാനൽ പ്രവർത്തകരുണ്ട്. അതിനകത്ത് വരുന്നതാണ് നമ്മൾ അരുണും ടീമും ഒക്കെ. ഒരു ഉളുപ്പുമില്ലാതെ, യാതൊരു ഉളുപ്പുമില്ലാതെ, VSൻ്റെ ഭാഷയിൽ അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലേശം ഉളുപ്പ് വേണം. ഉളുപ്പില്ലാതെ തള്ളി മറിക്കും. എന്താണ് ചെയ്യുന്നതെന്നും അറിയില്ല. ഒരു അന്ധമായ ഒരു അടിമ മനോഭാവം. ആ അന്ധമായ അടിമ മനോഭാവത്തിൽ പകലിനെ രാത്രിയാക്കുക, രാത്രിയെ പകലാക്കുക, തെറ്റിനെ ശരിയാക്കുക, ശരിയെ തെറ്റാക്കുക, അങ്ങനെ യാഥാർത്ഥ്യത്തെ, കൺമുന്നിലെ യാഥാർത്ഥ്യത്തെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഇത് വലിയ സംഭവമാണ്. എന്തെല്ലാം തോന്നിവാസങ്ങളാണ് കഴിഞ്ഞ 10 വർഷം ഈ സംസ്ഥാനത്തുണ്ടായത്. എന്തെല്ലാം പ്രതിസന്ധികളാണ് ഉണ്ടായത്. എന്തെല്ലാം ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് നയങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയത്. എന്തെങ്കിലും ഒരെണ്ണത്തെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞോ? നിങ്ങളുടെ ചാനലിന് അത് കഴിഞ്ഞോ? എന്നിട്ട് നിങ്ങൾക്ക് റീച്ചുണ്ട്, അത് വേറെ കാര്യം. റീച്ചുള്ളതൊക്കെ ശരിയാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ എന്തായാലും നിങ്ങളുടെ ഈ പ്രവർത്തികൾ വളരെ മോശമായിപ്പോയി. നിങ്ങളുടെ ചർച്ച, ഈ അടുപ്പ് കൂട്ടി ചർച്ച പോലുള്ള അന്തിച്ചർച്ച ഒരു അരോചകമായി വരുന്നു, ഒരു അശ്ലീലമായി വരുന്നു. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ പറഞ്ഞാൽ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ നാട്ടിൽ കാര്യം സംഭവിക്കുന്നതെങ്കിൽ മിനിമം ഒരു ജനാധിപത്യ ബോധം വെച്ചിട്ടെങ്കിലും ഞങ്ങൾക്ക്
ഞങ്ങളുടെ ആ വിശകലനം ശരിയായില്ല എന്ന് പറയാനുള്ള ഒരു കേഴ്സി ഒരു 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 എന്താ പറയുക ഒരു 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 സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചാനലിനോടുള്ള ഒരു പ്രമുഖമായിട്ടുള്ള ആളുകൾക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും. അതുകൊണ്ട് ദയവായി ഇനി ശ്രദ്ധിക്കുക. ഈ അന്തം വിട്ട കമ്മികളെപ്പോലെ സംസാരിക്കാതിരിക്കുക. അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും. പിന്നെ എന്താണ് വിചാരിച്ചാൽ അന്തമില്ല, വിചാരിച്ചില്ലെങ്കിൽ ഒരു കുന്തമില്ല എന്ന് പറയുന്ന രീതിയിലാണ് നിങ്ങളുടെ ഈ പരിപാടികൾ വരുന്നത്. അന്ധമായിട്ടുള്ള വിരോധമാണ് മറ്റുള്ളവരോടുള്ളത്. അത് വേണ്ട. കൃത്യമായി ബാലൻസ് ചെയ്ത് നിങ്ങൾ പറയണമെന്നും പറയുന്നില്ല. സത്യസന്ധമായ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സംസാരിക്കണം. അല്ല നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ അധമ വികാരങ്ങളും വിചാരങ്ങളും കുത്തിത്തിരുകി അതൊരു ചാനലിൻ്റെ അഭിപ്രായമായി പുറത്ത് പറയുമ്പോൾ അത് കേൾക്കാനൊരു സുഖവുമില്ല. എന്തായാലും വളരെ രസകരമാണ് നിങ്ങളുടെ ടേക്കുകൾ. എൻ്റെ ടേക്ക് 76 അടിച്ചുപോയി, അടുത്ത ആളുടെ ടേക്ക് 75 അതും അടിച്ചുപോയി, അതിൻ്റെ അടുത്ത ആളിൻ്റെതാണ് 75-നും 80-നും ഇടയ്ക്കുള്ള ടേക്ക്. എല്ലാ ടേക്കുകളും അടിച്ചുപോയി. 102 സീറ്റിലേക്ക് UDF വന്നു. ആ 102 സീറ്റിലേക്ക് വന്നതിൻ്റെ കാര്യങ്ങളും എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്നുള്ള കാര്യങ്ങളും എന്തുകൊണ്ട് പിണറായി പരാജയപ്പെട്ടു എന്നുള്ള കാര്യങ്ങളും കാര്യകാരണ സഹിതം അനലൈസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും രക്ഷിക്കുന്നത്. നിങ്ങൾ ഇടതുപക്ഷത്തിന് ഇങ്ങനെ മൂട് താങ്ങിയപ്പോൾ സംഭവിച്ചത് ശരിക്കും കേരളത്തിൽ ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ചത് നിങ്ങളാണ്. നിങ്ങൾ പിണറായി സ്തുതി ഇങ്ങനെ പറഞ്ഞ് രാജാവിന് സ്തുതി പാടി വരുമ്പോൾ ഒരു കുഴപ്പം, രാജാവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും രാജാവിന് മനസ്സിലാവില്ല. നഗ്നനായി നടന്നാലും ഒരു കൊച്ചുകുട്ടിയെങ്കിലും വിളിച്ചു പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ ഇത് രാജാവ് നഗ്നനാണെന്ന്. അപ്പോൾ ഇവിടെ രാജാവ് ഇങ്ങനെ രാജാധികാരത്തിൽ വാണപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ചാനലുകളും നിങ്ങളെപ്പോലുള്ള പത്രപ്രവർത്തകരും ഈ വാഴ്ത്തുപാട്ട് ഇങ്ങനെ പാടിയപ്പോഴുള്ള കുഴപ്പം, ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾ UDFനെ സഹായിക്കുകയായിരുന്നു. നിങ്ങൾ LDFനെയും പിണറായി വിജയനെയും CPMനെയും കുഴിയിൽ കൊണ്ട് ചാടിക്കുകയായിരുന്നു. നികേഷ് കുമാർ അകത്ത് കയറി പാളയത്തിൽ പടയുണ്ടാക്കിയതുപോലെ നിങ്ങൾ പൊളിക്കുകയായിരുന്നു. ശരിക്ക് പറഞ്ഞാൽ LDFനെ നിങ്ങൾ ഈ വാഴ്ത്തുപാട്ടിലൂടെ അനാവശ്യ പുകഴ്ത്തലിലൂടെ ഇല്ലാത്ത കള്ളക്കണക്കുകൾ വച്ചുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയത് റിപ്പോർട്ടർ ചാനലാണെന്ന് പറയേണ്ടി വരും.